റേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രൈസ് ആൻഡ് മാർക്കറ്റ് എന്ന ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണിന്ന്. ഈ ഒരു ക്ലാസ്സോടുകൂടി ഈ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഡിസിക്വിലിബ്രിയം വരെയുള്ള ഭാഗങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ് പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്താണ്, അതുപോലെ തന്നെ പ്രൈസ് കൺട്രോൾ എന്താണ്, അതിൽ പ്രൈസ് കൺട്രോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഉള്ള കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ സിമ്പിൾ ടോപ്പിക്കുകളാണ്, നമുക്ക് വലിയ പാടുള്ള കാര്യങ്ങളൊന്നും ഇന്ന് പഠിക്കാനായിട്ടില്ല. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് മാർക്കറ്റിംഗ് ടെക്നിക്കുകളെ പറ്റിയിട്ടാണ്. അല്ലേ, ഒരു സാധനത്തിൻ്റെ വില കുറഞ്ഞു, അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ സെയിൽസ് കുറഞ്ഞു, ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണോ? അല്ല, അല്ലേ. നമുക്കറിയാം, ഒരു വസ്തുവിൻ്റെ എന്താണ് ഡിമാൻഡ് കുറയുക എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് വില കുറയുന്നു, അതിലൂടെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഡിമാൻഡ് ഇല്ലാതാവുന്നൊരവസ്ഥ വന്നാൽ അത് നല്ലൊരു കാര്യമാണോ? അല്ല. ഇതൊരു കൺസ്യൂമറിന് നല്ലൊരു കാര്യമാണ്, പക്ഷേ അതൊരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമല്ല. അപ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും, ആ ഡിമാൻഡ് കൂട്ടാനായിട്ടുള്ള മാക്സിമം വഴികൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവും. നിങ്ങൾ കടകളിലൊക്കെ പോകുമ്പോൾ ഇത്തരം ബോർഡുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, 50% ഓഫ് ഉണ്ട്, അല്ലെങ്കിൽ മെഗാ സെയിൽ, ആഡി സെയിൽ, അല്ലേ, നമ്മുടെ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാമെന്നൊക്കെ പറഞ്ഞ് പൃഥ്വിരാജിൻ്റെ പരസ്യമൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് എന്തിനാണ്? നമുക്ക് തന്നെ അറിയാം, ഒരിക്കലും ഒരു കടക്കാരൻ സ്വയം നഷ്ടം വരുത്തുന്ന രീതിയിൽ കച്ചവടം നടത്തില്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാനാണ്, അട്രാക്ട് ചെയ്യാനാണ് അല്ലേ. നമ്മൾ അട്രാക്ട് ചെയ്ത് കടയിലേക്ക് എത്തിച്ച് സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത് അല്ലേ. ഇപ്പോൾ മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് വെച്ചാൽ എന്താ, ഇറ്റ് ഇസ് എ പ്ലാൻ ടു അച്ചീവ് എന്താണ്, സെയിൽസ് ടാർഗറ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്. അല്ലെ, ഇത്ര സാധനം വിറ്റ് പോകണം അല്ലേ. നമ്മൾ തന്നെ ടെലിഫോൺ മാർക്കറ്റിംഗ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് അല്ലേ. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഡെയിലി ഫോൺ വരാറുണ്ട്, സാറേ ലോണ് തരാം, അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാണത്? അവരുടെ ടാർഗറ്റുകളുണ്ടല്ലോ, ഇത്ര സാധനം വിറ്റ് പോകണം, വിറ്റ് പോയാലേ കച്ചവടക്കാരൻ എന്തുള്ളൂ, ലാഭമുള്ളൂ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് മാർക്കറ്റിംഗ് ടെക്നിക്ക്? ഇറ്റ് ഇസ് എ പ്ലാൻ ടു അച്ചീവ് സെയിൽസ് ടാർഗറ്റ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ നീഡ്സ് ഓഫ് ദ കൺസ്യൂമർ. അല്ലേ, അപ്പോൾ എന്താണ്, ദേ ആർ പ്ലാൻസ് അല്ലേ, അതൊരു പ്ലാനാണ്. എന്തിനു വേണ്ടിയിട്ട്? സെയിൽസ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലതരം മാർക്കറ്റിംഗ് ടെക്നിക്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് അല്ലേ. എന്താണ് ഏറ്റവും സിമ്പിളും ബേസിക്കും എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റി പ്രോഡക്റ്റുകൾ തന്നെ വിൽക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, ഞാൻ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണ്. ഇവിടെ നമുക്ക് ഭീമ ജ്വല്ലറി ഉണ്ട് അല്ലേ. ഭീമ ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രത്യേകിച്ച് ഒരു ഓഫറോ വിലക്കുറവോ ഒന്നും ഒരു കഥ കൊടുക്കാറില്ല. പക്ഷേ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവരുടെ കടയിലേക്ക് പോകാറുണ്ട്. കാരണം എന്താണ്, ഇവർ കൊടുക്കുന്ന ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്, അത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെന്ന് ആൾക്കാർക്കിടയിൽ ഒരു സംസാരമുണ്ട് അല്ലേ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുത്താൽ അതിന് പകരം വേറൊരു പരസ്യത്തിൻ്റെ ആവശ്യമില്ല. ആൾക്കാർ അതിനെ വിശ്വസിക്കും, അവിടെ വീണ്ടും വീണ്ടും എത്തും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ടൊയോട്ട എന്ന് പറയുന്ന കമ്പനിയുടെ വണ്ടികൾ വാങ്ങുന്നു, അതിന് പറയും ടൊയോട്ട എന്ന് പറഞ്ഞാൽ റിലയബിലിറ്റി, ക്വാളിറ്റിയുടെ ഒരു സിമ്പലാണ്. കാരണം എന്താ, അവർ കൊടുക്കുന്ന സാധനം ക്വാളിറ്റി ഉള്ളതായിരിക്കും അല്ലേ. അപ്പോൾ ആ ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങാൻ ആൾക്കാർ എപ്പോഴും റെഡി ആയിരിക്കും. ഇനി അതും ഇപ്പോൾ അതൊരു മാർക്കറ്റിംഗ് ടെക്നിക്ക് ആണോയെന്ന് ചോദിച്ചാൽ ആണ്. അടുത്ത ഡിസ്കൗണ്ട് അല്ലേ, ഡിസ്കൗണ്ട് കൊടുക്കുക, സാധനങ്ങൾക്ക് വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുക, റിബേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്, ഇ കോമേഴ്സ്, ഓൺലൈൻ സ്റ്റോറുകളിലൂടെ സാധനങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന മാർക്കറ്റിംഗ്, ഇമെയിൽ വഴി നടത്തുന്ന മാർക്കറ്റിംഗ്, ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇൻസ്റ്റയിൽ ഇൻഫ്ലുവൻസർ, യൂട്യൂബിൽ ഇൻഫ്ലുവൻസർ, ഈ ഇൻഫ്ലുവൻസർമാർ സാധനങ്ങൾ വിൽക്കുന്നവർ, പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് കോടികൾ കാശ് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ്, പലതരം മാർക്കറ്റിംഗ് ടെക്നിക്സുകളാണ്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓർത്ത് വയ്ക്കാം. എന്താ ഇവിടെ നമുക്ക് അതനുസരിച്ച് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാവുന്നതും ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ഈ മാർക്കറ്റിംഗ് ടെക്നിക്കിലൂടെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾ യൂസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പ്രൊഡ്യൂസേഴ്സിന് ഹ്യൂജ് ആയിട്ടുള്ള എന്ത് കിട്ടണം, പ്രോഫിറ്റ് കിട്ടണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി അവർ പല പല ഇന്നോവേറ്റീവ് മെത്തേഡുകൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യാറുണ്ട്. നിങ്ങൾ ബോച്ചെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോബി ചെമ്മണ്ണൂർ. അയാൾ ഈ പറയുന്ന പല കോമാളിത്തനങ്ങളും ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ വാർത്ത കണ്ടപ്പോൾ പുള്ളി ഇപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വന്നായിരുന്നു. നിങ്ങൾ വാർത്ത കണ്ട് കാണുമല്ലോ അല്ലേ. ഒരു സ്ത്രീ അപമാനിച്ച രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. പക്ഷേ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അങ്ങേരുടെ മാർക്കറ്റിംഗ് ടെക്നിക്കുകളാണെന്നാണ്. അതായത് പുള്ളി ഇപ്പോൾ ബോച്ചെ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലുള്ള എല്ലാവരും അറിയും അല്ലേ. കാരണം അപ്പോൾ ഈ ബോബി ചെമ്മണ്ണൂർ എന്തെങ്കിലും ഒരു സ്ഥാപനം ആരംഭിച്ചാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാലോ, അയാളുടെ യൂട്യൂബ് വഴിയോ ഒന്ന് പറഞ്ഞാൽ മതി, നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഇത് അറിയും. മാത്രമല്ല നമുക്കൊരു ഫെമിലിയർ ആയിട്ടൊരു കാര്യം തോന്നിക്കും. ഇതിലൂടെ ലാഭം ആർക്കാ കിട്ടുന്നത്, ഈ ബോബി ചെമ്മണ്ണൂരിനാണ് കിട്ടുന്നത്. മാർക്കറ്റിങ്ങിൻ്റെ മെത്തേഡിൻ്റെ ഒരു നെഗറ്റീവ് മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പറയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പല ഇന്നോവേറ്റീവ് മെത്തേഡുകൾ അവർ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. എന്തിനാണ്, അവരുടെ സെയിൽസ് കൂട്ടാൻ, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ, സാധനങ്ങൾ എന്ത് ചെയ്യാൻ, സപ്ലൈ ചെയ്യാൻ വലിയ വലിയ മാർക്കറ്റുകളിലേക്ക് എത്താനായിട്ട്.
ഓക്കെ, അപ്പോൾ ടെക്നോളജിയും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് ഈ പറയുന്ന ആൾക്കാരിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുക എന്നതാണ് എന്തെന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. സോ ഇത് സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇനിയാണ് എന്തെങ്കിലും വരാൻ പോകുന്നത് പ്രൈസ് കൺട്രോളിനെ പറ്റി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ പ്രൈസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇപ്പോൾ നമുക്കറിയാം ഒരു മാർക്കറ്റിൽ സാധനങ്ങളുടെ വില കൂടിപ്പോവുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. ആർക്കത് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഈ പറയുന്ന നമ്മുടെ മാർക്കറ്റിലേക്ക് വരുന്ന ഗുഡ്സിൻ്റെ അളവുകൾ എന്ത് ചെയ്യാറുണ്ട്, ലിമിറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഗവൺമെൻറ് കൺട്രോളിലൂടെ അത് എന്ത് ചെയ്യാറുണ്ട്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറ് ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലായിരിക്കും. ആ പ്രൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ സാധനങ്ങളെക്കാൾ കുറഞ്ഞ വിലയായിരിക്കും. ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നതാണ് നമ്മുടെ റേഷൻ ഷോപ്പ് എന്ന് പറയുന്നത്, അല്ലേ? റേഷൻ കടകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? അപ്പോൾ ഈ റേഷൻ ഷോപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള അരി, പഞ്ചസാര, ഗോതമ്പ് പോലെയുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഇവിടെ കിട്ടും. പക്ഷേ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിന് വാങ്ങാൻ പറ്റത്തില്ല. ഓരോ കാർഡുകാർക്കും കിട്ടുന്ന സാധനങ്ങളുടെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അളവ് ആയിരിക്കും. അപ്പോൾ ബേസിക്കായ സാധനം എല്ലാവർക്കും കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണെന്ന് പറയുന്നത് നമുക്കൊരു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ സപ്ലൈക്കോ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ റേഷൻ കടകളുണ്ട്, അതുപോലെ നമ്മുടെ ഈ പറഞ്ഞ സപ്ലൈക്കോ പോലെയുള്ളതൊക്കെ എന്താണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലവിൽ വന്നിട്ട് ഉള്ളത്. അതാണ് ഇവിടെ പറയുന്നത്, ദ റൈസിംഗ് പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് കോസസ് ഇൻകൺവീനിയൻസ് ടു ദ കൺസ്യൂമേഴ്സ്. ഇൻക്രീസിംഗ് പ്രൈസ് ഓഫ് എസെൻഷ്യൽ അഡ്വേഴ്സ്ലി എഫക്ട് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. സോ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യും. എന്താണ് ആ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്താണ്, നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യും, എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസിനെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഒരു ഫെയർ പ്രൈസിൽ എന്ത് ചെയ്യും, ജനങ്ങളിലേക്ക് സപ്ലൈ ചെയ്യും. അതിന് ഉദാഹരണമാണ് അത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നോക്കിയേ, ഈ സപ്പോർട്ട് പ്രൈസ് അല്ലെങ്കിൽ താങ്ങുവില എന്ന് പറയുന്ന നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അതായത് കൃഷിയിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകൾക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു താങ്ങുവില പ്രഖ്യാപിക്കും. അതായത് മാർക്കറ്റിൽ പ്രൈസ് എന്തായാലും ഗവൺമെൻറ് പറയുന്ന മിനിമം പ്രൈസിൽ ഗവൺമെൻറ് എന്ത് ചെയ്തോളും, അത് അക്വയർ ചെയ്തോളും. അതായത് നമുക്ക് മിനിമം ഗ്യാരണ്ടി കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ നെല്ല് നടുകയാണ്, അപ്പോൾ ഗവൺമെൻറ് പറയുകയാണ് നെല്ലിൻ്റെ താങ്ങുവില എന്ന് പറയുന്നത് ഇപ്പോൾ കിലോയ്ക്ക് ഒരു 20 രൂപയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മാർക്കറ്റിൽ ആ സമയത്ത് വില 20 താഴെ പോയാലും ഗവൺമെൻറ് എന്ത് ചെയ്തോളും, നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അറിയാമല്ലോ, അതുവഴി ഈ സാധനങ്ങൾ എന്ത് ചെയ്യും, അവർ പ്രൊക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, അത് വാങ്ങിക്കോളും. വാങ്ങി അവർ ഗോഡൗണിൽ സൂക്ഷിച്ചിട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അഥവാ റേഷൻ കടകൾ വഴി എന്ത് ചെയ്യും, അത് ജനങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ വാങ്ങുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും, വില നിശ്ചയിച്ച് വെച്ചേക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ഇറ്റ് ഈസ് ദ ഗവൺമെൻറ് ദാറ്റ് ഫിക്സസ് ദ സപ്പോർട്ട് പ്രൈസ് ഫോർ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് കൺട്രോൾ ദ മാർക്കറ്റ് പ്രൈസ്. സോ ഫിക്സിംഗ് ദ ഹയസ്റ്റ് ആൻഡ് ദ ലോവസ്റ്റ് പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ബൈ ദ ഗവൺമെൻറ് ഈസ് കോൾഡ് പ്രൈസ് കൺട്രോൾ. വില നിയന്ത്രണം, അതായത് കൂടിയ വിലയും കുറഞ്ഞ വിലയും ഗവൺമെൻറ് തീരുമാനിക്കും, അതിനകത്തേ വിൽക്കാൻ പറ്റുള്ളൂ. അതിന് മുകളിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിനെതിരെയാണ് ആൾക്കാർ ഈ പറയുന്ന കരിഞ്ചന്ത അല്ലെങ്കിൽ ബ്ലാക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നത്. അതായത് ആൾക്കാർ എന്ത് ചെയ്ത് വിൽക്കാതെ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിട്ട് സാധനങ്ങളുടെ വില കൂട്ടിയിട്ട് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, വിൽക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഈ പറയുന്ന പ്രൈസ് കൺട്രോൾ മെക്കാനിസം കൊണ്ടുവരുന്നത്. ഓക്കെ, അതായത് എന്താണ്, okay, the primary objective of price control is to intervene in the market, enable exchange at a reasonable price and to protect the interest of both the producers and the customers. അല്ലേ, ഒരു ന്യായ വിലയെ വിൽക്കുമ്പോഴത്തേക്കും അത് രണ്ടു പേർക്കും നഷ്ടമായി. നമ്മൾ ഇക്വിലിബ്രിയം പറഞ്ഞ പോലെ രണ്ടു പേർക്കും കുഴപ്പമില്ലാത്തൊരു രീതിയിലോട്ട് ഇത് എന്ത് ചെയ്യും, പോകും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് കൺട്രോൾ എന്ന് പറയുന്നതിൽ ഒരു ഐഡിയ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ പ്രൈസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് മാർക്കറ്റിൽ കൺട്രോൾ ചെയ്യുന്നു, വിലയിൽ എന്ത് ചെയ്യുന്നു, നിയന്ത്രണം കൊണ്ടുവരുന്നു. ഇതിൻ്റെ വേറൊരു ആക്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. സാധനങ്ങൾ ഒരു മിനിമം വിലയ്ക്ക് ആര് വാങ്ങും, ഗവൺമെൻറ് വാങ്ങിയിട്ട് അതെന്ത് ചെയ്യും, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി എന്ത് ചെയ്യുന്നു, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ എസെൻഷ്യലായ കമ്മോഡിറ്റീസ് എല്ലാവർക്കും ന്യായമായ വിലയിൽ എന്ത് ചെയ്യുന്നു, കിട്ടുന്നു. ഇനി ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, എന്താണ്, നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയിലുണ്ടായ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ സാധനങ്ങളെ എന്ത് ചെയ്യുന്നു, മാർക്കറ്റ് ചെയ്യുന്നു. സോ ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിജിറ്റൽ ചാനൽസ് ബൈ യൂസിങ് ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് കോൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. പഠിച്ചു വെച്ചോ, എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിജിറ്റൽ ചാനൽസ് ബൈ യൂസിങ് ഇൻഫർമേഷൻ ടെക്നോളജി ഈസ് കോൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇതാണ് ദ മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് with the help of digital channels by using information technology is called digital marketing. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന മാർക്കറ്റിംഗ്, അതുപോലെയൊക്കെ അല്ലെങ്കിൽ TV വഴിയുള്ളതൊക്കെ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട്
പറ്റും. ഓക്കെ, ഇത് ആദ്യമായിട്ട് 1990s, അത് നമ്മുടെ ഇൻ്റർനെറ്റൊക്കെ വരുന്ന ആ ഒരു സമയം, ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന വാക്ക് തന്നെ ആദ്യമായിട്ട് വരുന്നത്. ഇത് നമ്മൾ ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നും എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറ് ഉണ്ട്. അപ്പോൾ ഇതാണ് എന്താ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇൻ്റർനെറ്റ് പോലെ ടെക്നോളജികൾ ഉപയോഗിച്ച് മാർക്കറ്റിംഗ് നടത്തുന്നു. കസ്റ്റമേഴ്സ് ഡു നോട്ട് നീഡ് ടു വിസിറ്റ് ദ മാർക്കറ്റ് പ്ലേസ്, അല്ലെ നമ്മൾ മാർക്കറ്റിൽ പോകേണ്ട, വീട്ടിൽ ഇരുന്ന് ഓൺലൈൻ ഷോപ്പിംഗ് നടത്താനായിട്ട് പറ്റും. ദ പ്രോഡക്റ്റ് ക്യാൻ ബി സെലക്ടഡ് ഫ്രം എനി പാർട്ട് ഓഫ് ദ വേൾഡ് ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അല്ലെ നമുക്ക് ഇന്ത്യ ഇരുന്നുകൊണ്ട് ഇന്ന് ദുബായിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ USA ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചൈന ഉണ്ടാക്കുന്ന സാധനം എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയായിട്ട് പറ്റും. സമയ ലാഭമാണ് അല്ലേ. അതുപോലെ എന്താണ്, പുതിയ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കൊറിയറും അതുപോലത്തെ ബ്ലൂ ഡാർട്ടും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട്, ആമസോൺ, അവിടെയൊക്കെ പുതിയ പുതിയ ജോലി സാധ്യതകളൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിലൂടെ വരുന്നു. ഇതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഇത് ഞാൻ പറഞ്ഞു തന്നില്ലപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ കുട്ടിയൊക്കെ എന്താണിത്, അല്ലെ, സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന സാധനം തന്നെയാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞ് നമ്മൾ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നോട്ട് വേണമെന്നുള്ളവർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.